ഒരു വിവാദം കഴിയുമ്പോൾ മറ്റൊരു വിവാദം. മോഹൻലാലിന്റെ കഷ്ടകാലം അവസാനിക്കുന്നില്ല. ഇപ്പോൾ ഇന്ത്യൻ സൈനികരെ അപമാനിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുൻ നാവികസേന മേധാവി അരുൺ പ്രകാശ് രംഗത്തെത്തിയിരിക്കുന്നത്. എന്താ ഈ സൈനികരുടെ കാര്യത്തിൽ പോലും ജാഗ്രത പുലർത്താൻ ഈ മോഹൻലാലിന് കഴിവില്ലേ? இந்த താടി ഇരുന്നാൽ നിനക്കെന്തര പ്രശ്നം? ഞാൻ പറയുന്ന അല്ല കേട്ടോ, എൻ്റെ താടിയെക്കുറിച്ചും അല്ല പറഞ്ഞിരിക്കുന്നത്. തുടരുമെന്നുള്ള സിനിമയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പഞ്ച് ഡയലോഗ്. ആരുടെ? മോഹൻലാലിന്റെ. ടെറിട്ടോറിയൽ ആർമിയുടെ ലഫ്റ്റനൻറ്റ് കേണലായിട്ടുള്ള പ്രസിദ്ധ നടൻ ഫാൽക്കെ മോഹൻലാലിൻ്റെ ഒരു പഞ്ച് ഡയലോഗാണ്. ആയിരങ്ങൾ ആരാധിക്കുന്ന കോടിക്കണക്കിന് ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളിൻ്റെ ഒരു പഞ്ച് ഡയലോഗ്. പക്ഷേ ഈ താടി ഇപ്പോൾ അദ്ദേഹത്തിന് വിനയായിരിക്കുന്നു. ഫാൽക്കെ അവാർഡ് പുരസ്കാരം ഡൽഹിയിൽ വെച്ച് രാഷ്ട്രപതിയിൽ നിന്ന് അദ്ദേഹം സ്വീകരിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ച് നമ്മുടെ മുഖ്യമന്ത്രി ആദരിക്കപ്പെട്ടു മോഹൻലാൽ. പക്ഷേ അതും കഴിഞ്ഞ് ടെറിട്ടോറിയൽ ആർമിയുടെ ലഫ്റ്റനൻറ്റ് കേണലാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ കരസേനാ മേധാവിയായിട്ടുള്ള ജനറൽ ഉപേന്ദ്ര ദ്വിവേദി അദ്ദേഹത്തിന് ഒരു അവാർഡ് നൽകി. അവിടെയാണ് ഈ കുഴപ്പം സംഭവിച്ചത്. അവിടുത്തെ കർശനമായിട്ടുള്ള നിയമം അനുസരിച്ച് അവിടെ ശബരിമലയിൽ പോകുന്നവർക്ക് പോലും താടി പാടില്ല. ആകെ അനുവദിച്ചിട്ടുള്ളത് സിഖ് റെജിമെൻറ്റിന് മാത്രമാണ്. സിഖ് ഭടന്മാർക്കും നാവിക മേധാവികൾക്കും എല്ലാം അത് ബാധകമാണ്. താടി വളർത്താം എന്ന് പറഞ്ഞാൽ അവരുടെ മതത്തിൻ്റെ അവിഭാജ്യമായിട്ടുള്ളൊരു ഒരു ഘടകമാണത്. അതുകൊണ്ടാണ് അത് അനുവദിക്കുന്നത്. ശബരിമല കേസിൽ അതായിരുന്നു ഒരു വിഷയം. സിഖുകാർക്ക് താടി അനുവദിക്കുന്നത് പോലെ ഒരു ആചാരമാണോ ഹിന്ദു മതക്കാർക്ക് ഈ 10-നും 40-നും ഇടയ്ക്കുള്ള സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കാതിരിക്കുക മൗലികമായ അവകാശമാണോ? അവരുടെ മതസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണോ? അല്ല എന്നാണ് കേരള ഗവൺമെൻറ്റിൻ്റെ സത്യവാങ്മൂലം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ സിഖുകാരെ സംബന്ധിച്ചിടത്തോളം ആണ് എന്നാണ് ഉത്തരം. അതുകൊണ്ടാണ് അത് അനുവദിക്കുന്നത്. തീർച്ചയായിട്ടും ആ രീതിയിലാണ് പോകേണ്ടത്. അതിനൊരു ഡെക്കോറമുണ്ട്. പട്ടാളത്തിനൊരു ഡെക്കോറമുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യൻ പട്ടാളം യുദ്ധങ്ങൾ ജയിക്കുന്നത്. അവർ വീര്യവാന്മാരാവുന്നത്, അച്ചടക്കമുള്ളവരാവുന്നത്. അരവിന്ദ് കെജ്രിവാളിനെ പോലെയും രാഹുൽ ഗാന്ധിയെ പോലെയും അച്ചടക്കമില്ലാത്തവരും അരാജകത്വവാദികളുമാണ് അതിലുണ്ടായിരുന്നതെങ്കിൽ ഈ അച്ചടക്കവും വിജയവും നമുക്ക് കൈവരിക്കാൻ കഴിയുമായിരുന്നില്ല. പണ്ടത്തെ എന്ന പോലെ വിദേശ രാജ്യങ്ങൾ അധിനിവേശം നടത്തി നമ്മുടെ രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതാണ് ശൗര്യമുള്ള ഒരു സേന നമുക്ക് വേണം. അല്ല, ഇന്ത്യയിലെ പലർക്കും തങ്ങളുടെ രക്തമാണ് ഇന്ത്യൻ സൈന്യം. ഇദ്ദേഹത്തിന് ഷോ ഓഫ് കാണിക്കാനുള്ള ഒരു യൂണിഫോം മാത്രമാണോ, ഒരു കുപ്പായ മാത്രമാണോ ഇന്ത്യൻ സൈന്യം? അതെ, അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ധരിക്കേണ്ടത്. കാരണം ഇത് ചെറിയ കാര്യമല്ല. മുൻ നാവികസേന മേധാവി അരുൺ പ്രകാശാണ് ഇത്തരം കാര്യങ്ങൾ, ഈ ചിത്രം പങ്കിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് അവിടെയുള്ള ഉദ്യോഗസ്ഥരുടെ തെറ്റായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ ഇദ്ദേഹം കഴിഞ്ഞ ആഴ്ചയല്ല ഈ ചുമതലയിലേക്ക് വന്നത്. അല്ല, ഒരു കാര്യം പറയാം. സിനിമാ നടന്മാർക്കൊക്കെ ടെറിട്ടോറിയൽ ആർമിയുടെ ലഫ്റ്റനൻറ്റ് കേണൽ പദവി ചുമ്മാ സൗജന്യമായിട്ട് അങ്ങ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ജോലി കിട്ടാതെ എത്രയോ തൊഴിലന്വേഷകർ ഈ രാജ്യത്തുണ്ട്. സന്തോഷപൂർവ്വം അവരത് സ്വീകരിക്കും. എന്തെല്ലാം ആനുകൂല്യങ്ങൾ കിട്ടുന്ന ഒരു ജോലിയാണിത്. അവർ കൊതിക്കുന്ന ജോലിയാണ്. പക്ഷേ ശാരീരികക്ഷമതയില്ലായ്മ കൊണ്ടും പട്ടിണി കിടന്ന് ശരീരം പുഷ്ടി പ്രാപിക്കാത്തത് കൊണ്ടും ഒക്കെ എത്രയോ പേര് പട്ടിണി കിടന്ന് നരകിക്കുന്നുണ്ട് ഈ രാജ്യത്ത്. പട്ടാളത്തിൽ പോലും പണി കിട്ടാതെ കൊണ്ട്. അങ്ങനെ ഒരു രാജ്യമാണ് നമ്മുടെ എന്നുള്ളത് സമ്മതിക്കണം. ഈ സിനിമാ നടൻ ശാരീരികക്ഷമതയിൽ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ, മിനിറ്റല്ല സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ തോറ്റുപോയവരുണ്ട്. PT ഉഷയെ പോലെ. അതെ, അങ്ങനെ തോറ്റുപോയവരുണ്ട്. കണ്ണീരോടെ കഴിയുന്നവർ. അങ്ങനെ ഒരു ചാൻസ് ഉള്ള ഇപ്പം അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ അഗ്നിവീർ എന്നും പറഞ്ഞൊരു ചാൻസ് നമുക്ക് കൊടുക്കുന്നുണ്ട് അവർക്ക്. പക്ഷെ കുറച്ചു കാലം കഴിയുമ്പോൾ ആ ജോലിയിൽ തിരിച്ചു വരേണ്ടി വരും. നല്ലൊരു കാര്യം തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. വീര്യവും ശൗര്യവുമല്ല, ശാരീരിക ക്ഷമത ഉണ്ടെങ്കിലും കുറച്ച് ഈ പട്ടിണി കിടന്ന് കുറേ നാൾ കഴിയുമ്പോൾ ഈ ക്ഷമതയെല്ലാം പോവും. അതിന് മുമ്പെയാണ് ചെറുപ്പത്തിൻ്റെ ആ കൗമാരത്തിൻ്റെ ആ ഒരു ശൗര്യവും വീര്യവും ഒക്കെയുള്ള സ്റ്റാമിനയും ഒക്കെയുള്ള ഒരു സമയത്ത് തന്നെ അവർക്ക് ചിലപ്പോൾ കിട്ടാനിടയുണ്ട്. അളവിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, സ്റ്റാമിനയുടെ കാര്യത്തിലാണ്. അത് നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഇങ്ങനെയുള്ള ഒരാൾ എല്ലാ ഗ്ലാമറും പണത്തിന് യാതൊരു കുറവുമില്ലാത്ത ഒരാളിനെ ഇങ്ങനൊരു വേഷം കെട്ടിച്ച് വെച്ചിരിക്കുന്നത്, യൂണിഫോം കൊടുത്ത് വെച്ചിരിക്കുന്നത്, അതിനൊരു ഉദ്ദേശമുണ്ട്. സംശുദ്ധമായ ഒരു ഉദ്ദേശം തീർച്ചയായിട്ടും കരസേനയ്ക്കുണ്ട്. ആ ഉദ്ദേശ്യം എന്ന് പറയുന്നത് സേനയിലേക്ക് ആളുകളെ ആകർഷിക്കുക.
ഇപ്പോൾ എല്ലാം സിനിമാ നടന്മാർ പറഞ്ഞാലേ ആളുകൾ കേൾക്കുകയുള്ളൂ. അധ്യാപകർ പറഞ്ഞാൽ കേൾക്കില്ല, അധികാരികൾ പറഞ്ഞാൽ കേൾക്കില്ല, അച്ഛനും അമ്മയും പറഞ്ഞാലും കേൾക്കില്ല. സിനിമാ നടന്മാർ പറഞ്ഞാൽ അതൊരു ട്രെൻഡായിട്ട് മാറും, അത് സ്വീകരിക്കും. മോഹൻലാൽ യൂണിഫോം ഇട്ട് എന്നാൽ എനിക്കും പട്ടാളത്തിലൊന്ന് പോയാലോ എന്നൊരു തോന്നൽ വരും. കാരണം ഇപ്പോഴത്തെ മധ്യവർഗം എന്ന് പറഞ്ഞാൽ നല്ല പണമുള്ള ആൾക്കാരാണ്. അവർക്ക് വൈറ്റ് കോളർ ജോലി മതി. അതിർത്തിയിലൊന്നും പോയി കിടന്ന് കഷ്ടപ്പെടാനോ സൈന്യം അടരാടാനോ നമ്മുടെ രാജ്യരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അതിനൊന്നും തയ്യാറല്ലാത്തൊരു വിഭാഗം അതിപ്പോൾ റഷ്യയിൽ കൂടുതലായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇന്ത്യക്കാരെ വിളിച്ചിട്ട് അവരുടെ പട്ടാളത്തിലെടുക്കുന്നത്, നോർത്ത് കൊറിയക്കാരെയും പട്ടാളത്തിലെടുക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ഥിതിയിലേക്ക് പോകാതെ ഇതൊരു ഗ്ലാമർ ജോലിയാണ്, മോഹൻലാൽ പോലും ആ യൂണിഫോമാണ് ഇട്ടിരിക്കുന്നതെന്ന് വരുത്താൻ വേണ്ടിയാണ്. പക്ഷേ ഇവിടെ മോഹൻലാൽ ഈ സ്വീകരണത്തിൽ പോയപ്പോൾ തെറ്റായിട്ടുള്ള ഒരു സന്ദേശം നൽകി. ആ സന്ദേശമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ താടി ഇരുന്നാൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കാം. പ്രശ്നമുണ്ട്. അച്ചടക്കത്തിൻ്റെ ചിഹ്നമാണ് കീൻ ഷേവ് എന്ന് പറയുന്നത്. അതങ്ങനെ തന്നെ വേണം, അവിടെ കൃത്യമായിട്ട് പാലിക്കണം. അലസമായ താടിയും വെച്ച് കൊണ്ടുപോകാനുള്ള അല്ലത്. തീർച്ചയായിട്ടും മോഹൻലാൽ എന്ന മഹാനടൻ ഏതോ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടിയായിരിക്കും, അല്ലാതെ അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ. അല്ലാതെ തന്നെ സൗന്ദര്യമുണ്ട് അദ്ദേഹത്തിന്. ഇപ്പം ഞാൻ ഈ താടിയൊക്കെ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ മുഖത്തിൻ്റെ വൃത്തിയോട് മറയ്ക്കാൻ വേണ്ടി. അതിൻ്റെ ആവശ്യമില്ലാത്ത ഒരാളാണ് മോഹൻലാൽ. നൈസർഗികമായിട്ടുള്ള സൗന്ദര്യമുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് താടി വയ്ക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ചടങ്ങി പോകുമ്പോൾ. അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത ഷൂട്ടിന് എല്ലായിടത്തും ചട്ടങ്ങളുണ്ട്. ആ ചട്ടം ചോദ്യം ചെയ്യുമ്പോൾ സാറ് പാൻറ് ഇട്ടുകൊണ്ട് ക്ഷേത്രത്തിൽ പോകാൻ കഴിയും, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ. അവിടെ പോകുമ്പോൾ ആ മാറ്റം വരുത്തണം. അപ്പോൾ ഇത്തരം സൈനിക കുപ്പായം ധരിക്കുമ്പോൾ അത് അവരുടെ ചട്ടം അനുസരിച്ച് പ്രവർത്തിക്കണം. അല്ല, വിനയപൂർവ്വം അദ്ദേഹത്തിനൊരു കാര്യം പറയാമായിരുന്നു. പട്ടാളത്തിൻ്റെ അച്ചടക്കം എനിക്ക് അവിടെ നിറവേറ്റാൻ കഴിയില്ല, എൻ്റെ ഷൂട്ടിന് ഈ ഒരു വേഷം താടി എനിക്ക് ആവശ്യമാണ്, അതുകൊണ്ട് അതിനുശേഷം എപ്പോഴെങ്കിലും ഇത് സംഘടിപ്പിക്കുമെന്ന് വിനയപൂർവ്വം പറയായിരുന്നു. അങ്ങനെ അദ്ദേഹം ചെയ്തിട്ടുണ്ടല്ലോ. പ്രധാനമന്ത്രി രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ദിനത്തിൽ അതിഥിയായിട്ട് ഇദ്ദേഹത്തെ വിളിച്ചല്ലോ. എനിക്ക് തിരക്കുണ്ട്, ക്ഷേത്ര ഉദ്ഘാടനം ഉൾപ്പെടെ അതെ, അയോധ്യ ഉദ്ഘാടനത്തിന് വിളിച്ചപ്പോൾ എനിക്ക് തിരക്കുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ചിത്രം കേരളത്തിലെ ചില ജില്ലകളിൽ കാണുന്നില്ല. അവിടെ വീണ്ടും ഇനി വ്യൂവർഷിപ്പ് കുറയുമെന്നുള്ള പേടി കൊണ്ടാണ് അദ്ദേഹം പോയത്. ഒരു ചാണകം എന്നുള്ള പേര് കിട്ടുമോ, സംഘി എന്നുള്ള പേര് കിട്ടുമോ, ഒരു RSSകാരൻ എന്നുള്ള പേര് കിട്ടുമോ എന്നുള്ള പേര് വെച്ച് തന്നെ അപമായിരുന്നു. തുറന്നു പറയാമല്ലോ. നമ്മളിപ്പോൾ ഒളിച്ചു വെക്കുന്നവരല്ലല്ലോ പത്രപ്രവർത്തകർ. ഒളിച്ചു വെക്കേണ്ട ആവശ്യവും നമുക്കില്ല, അങ്ങനെയുള്ള കമ്പൾഷൻസ് ഒന്നുമില്ല, സ്വതന്ത്രമായിട്ട് പറയാം. അതുകൊണ്ടാണ് പോയിരുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അപ്പം അങ്ങനെ അതുപോലെ പട്ടാളത്തിൻ്റെ കാര്യമാണ്. പട്ടാളത്തിന് ഇത് പക്ഷേ ആ ദിവസം തന്നെ, ഉദ്ഘാടന ദിവസം തന്നെ പോകേണ്ട കാര്യമൊന്നുമില്ല. ഏത് ദിവസം വേണമെങ്കിലും സ്വീകരണം കൊടുക്കാം. ഈ സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയായ ശേഷം സ്വീകരിക്കാൻ ചെന്നാൽ മതി. ഇതൊരു തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. ഇന്ത്യയിലെ ഒരു പട്ടാളക്കാരനും ലഭിക്കാത്ത ഒരു പ്രിവിലേജാണ് ഇവിടെ നടന്നത്. അതുകൊണ്ട് തന്നെ നാവികസേനയുടെ മുൻ മേധാവിയായിട്ടുള്ള അരുൺ പ്രകാശ് പറഞ്ഞത് 100% ശരിയാണ്. 100% ശരി തന്നെയാണ്. സുരേഷ് ഗോപി കുറേ കാലം ഈ താടി വെച്ചുകൊണ്ട് നടന്നിരുന്നു ഷൂട്ടിന് വേണ്ടി. മന്ത്രിയായിരിക്കുമ്പോൾ താടി വെക്കാം, വെക്കാതിരിക്കാം, മീശ വെക്കാം, മീശ വെക്കാതിരിക്കാം. ലാലു പ്രസാദ് യാദവ് ആണെങ്കിൽ അവിടുത്തെ ഈ പാൻ മസാലയും ചവച്ചുകൊണ്ടാണ് മന്ത്രിസഭാ യോഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത്. പറയുന്നതൊന്നും നമുക്ക് തിരിയത്തില്ല. പത്രസമ്മേളനം നടത്തിയിരുന്നു, അങ്ങനെ തുപ്പൽ തെറിക്കും പറയുമ്പോൾ. അങ്ങനെയൊക്കെ നടത്താൻ പറ്റും. അപ്പോൾ അതിനൊക്കെ സ്വാതന്ത്ര്യമുണ്ട് മന്ത്രിയായിരിക്കുമ്പോൾ, അതിന് കുഴപ്പമില്ല. അച്ചടക്ക ലംഘനം അവിടെ ആവിർഭവിക്കുന്നില്ല. ഇവിടെ സ്പഷ്ടമായിട്ടും അച്ചടക്ക ലംഘനവും റോങ് മെസ്സേജ് ഹാസ് ഗോൺ ഇൻ ടു ദ മൈൻഡ്സ് ഓഫ് ദ പീപ്പിൾ ഇൻ അവർ. അതോ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ പഴയ എമ്പുരാൻ കഥ കയറി വന്നതാണോ എന്തോ? അതെ, എമ്പുരാനുണ്ടല്ലോ, എമ്പുരാൻ എന്ന് പറഞ്ഞ ഇപ്പോൾ അങ്ങ് ആളുകളെയൊക്കെ അങ്ങ് രക്ഷിക്കാനുള്ള ഒരു എമ്പുരാൻ എന്നും പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. എമ്പുരാനിലെ പൃഥ്വിരാജ് കണ്ടല്ലോ, എമ്പുരാൻ നടപ്പാക്കുന്നത് പൃഥ്വിരാജ്. അതായത് കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കാൻ വേണ്ടി രാജ്യത്തെ സാമ്പത്തികമായിട്ട് ചതിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ കുറിച്ച് നാം മിണ്ടാൻ പാടില്ല. നിലപാടിന്റെ രാജകുമാരനാണ്, അദ്ദേഹത്തെ വിമർശിക്കാൻ പാടില്ല. ആര്? പൃഥ്വിരാജോ? അതെ 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 അവരെയൊന്നും വിമർശിക്കാൻ പാടില്ല. അവർ അയോധ്യയെ കുറിച്ച് പറയും. കെട്ടടങ്ങിയ കേസ് BBC-ക്ക് വീണ്ടും ചർച്ചാ വിഷയങ്ങളുണ്ടാക്കും. പാകിസ്ഥാന് വീണ്ടും ചർച്ചാ വിഷയങ്ങളുണ്ടാക്കും. ഇന്ത്യക്കെതിരെ ഐക്യരാഷ്ട്രസഭയിൽ ആഞ്ഞടിക്കും വിഷയങ്ങളുണ്ടാക്കി കൊടുക്കും. അവരൊക്കെ ഭൂമിയിലെ ദൈവങ്ങളല്ലേ, ഭൂമിയിലെ ദൈവങ്ങൾ, അവർക്കെന്തും പറയാമല്ലോ. എന്നിട്ട് എമ്പുരാൻ തട്ടുപൊളി പടമായത് തട്ടിപ്പൊളിച്ച് വീണു. എമ്പുരാനെ പറ്റി ഇപ്പോൾ കേൾക്കാനേ ഇല്ല, ഒരു സംഭവമായില്ല. ഈ തമ്പുരാന്മാരൊക്കെ രാജ്യത്തിനോട് ചെയ്ത വലിയൊരു ദ്രോഹമാണ്. വാസ്തവത്തിൽ എമ്പുരാൻ സിനിമയിൽ അഭിനയിച്ചതിന് ടെറിട്ടോറിയൽ ആർമിയിൽ നിന്ന് മോഹൻലാലിനെ പുറത്താക്കണമെന്നുള്ള ആഗ്രഹക്കാരനാണ് ഞാൻ. കാരണം അങ്ങനെ ഒരു രാജ്യദ്രോഹ സിനിമയിൽ നമ്മളെ മോശമാക്കി മലർന്നു കിടന്ന് തുപ്പുന്ന ഒരു പരിപാടിയിൽ അദ്ദേഹം അഭിനയിക്കാൻ പാടില്ല. എത്ര വലിയ അഭിനയ ചക്രവർത്തിയാണെങ്കിലും ശരി. അതുപോലെ തന്നെ ശരിയാണ്, ഈ മോഹൻലാലിൻ്റെ ഗ്ലാമർ കൊണ്ടാണ് അദ്ദേഹത്തിന് സ്വീകരണം കിട്ടിയത്. അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ മഹാസംവിധായകൻ,
ആ ഗ്ലാമറൊന്നും ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം ലോകോത്തര സംവിധായകനായിട്ടും അദ്ദേഹത്തിന് ആ ഒരു സ്വീകരണം നമ്മൾ കൊടുത്തില്ല എന്നുള്ള ആ കൃതജ്ഞതയും ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.